ഒരു ദിവസം 3000-ലധികം ചായ അടിക്കുന്ന ഒരു ചായ സ്പോട്ട്, മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ വന്ന് ചായ കുടിച്ച ഒരു ചായ സ്പോട്ട്. അതെ, എൻ്റെ ബാക്കിൽ കാണുന്ന മക്ക കഫേ സിൻസ് 1989. അങ്ങനെ പല വിശേഷങ്ങളാണ് മക്ക കഫേക്ക്. അപ്പം ദ മലയാളി എക്സ്പ്ലോറിൻ്റെ ബാംഗ്ലൂർ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ജിതിൻ ജെ നെർവിൽ. അപ്പോൾ നമ്മുടെ മക്ക കഫേയുടെ ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂർ ജോൺസൺ മാർക്കറ്റിലാണ്. ജോൺസൺ മാർക്കറ്റിൽ മുസ്ലിം പള്ളിയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു കഫേ വരുന്നത്. അപ്പോൾ മക്ക കഫേയിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവർ എനിക്ക് തോന്നുന്നൊരു ഈവനിങ് ടൈമൊക്കെ വരുന്നതായിരിക്കും ഇച്ചിരി ഒരു വൈബുള്ള സമയം കേട്ടോ. ഇതിനോടകം പല റീലുകളിൽ വൈറലായൊരു സ്പോട്ടാണ് നമ്മുടെ മക്ക കഫേ കേട്ടോ. അപ്പോൾ നമ്മൾ പലപ്പോഴും വരണമെന്ന് ആഗ്രഹിച്ചെങ്കിലും നമുക്കിപ്പോഴാണ് അതിനൊരു സാഹചര്യം ഒരുങ്ങി കിട്ടിയത്. അപ്പം ഒരു ദിവസം 3000-ലധികം ചായ അടിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷേ ചില ദിവസങ്ങൾ അങ്ങനെ 3000-ലധികം ചായ അടിക്കുന്നുണ്ട്. He is the oldest guy working in Makkah. Yeah. His name is Bruce Lee. Bruce Lee. Yeah, he's Bruce Lee. ബ്രൂസ് ലീ എന്നൊക്കെ വിളിച്ച് ഇക്കാനെ കളിയാക്കിയെങ്കിലും ഇക്കാൻ്റെ പേര് ബ്രൂസ് ലീ എന്നൊന്നുമല്ല, ഇബ്രാഹിം എന്നാണ് പേര്. സ്വദേശം കോഴിക്കോടാണ്. ഈ ഒരു കട തുടങ്ങിയ കാലം തൊട്ടേ ഇക്ക ഉള്ളതാണ്. ഏകദേശം 34-35 വർഷത്തോളമായിട്ട് ഈ ഒരു കടയിൽ ഇക്ക ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവരെ എല്ലാം ഒരു സ്നേഹത്തോടാണ് ഇക്ക സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മളെ ആ ഒരു സ്നേഹത്തോടെ തന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മക്ക കഫേക്ക് പലരുടെയും ഒരു സൗഹൃദത്തിൻ്റെ ചരിത്രം കൂടെ പറയാനുണ്ട് കേട്ടോ. പലരും ഈവനിങ് ടൈമിങ്ങിലൊക്കെ ഒത്തുചേരാനൊക്കെ വരുന്ന ഒരു സ്ഥലം കൂടാണ് നമ്മുടെ മക്ക കഫേ. As fixed so we can meet every time here. Oh, nice. The best chill spot in every weather. Makkah is the best chill spot. In summer, in winter. I know there's a hygiene problem here, but it's the OG place. OG for the oldies. The whole of the Bangalore knows this place. ഈ പറഞ്ഞതാണ് കാര്യം. പുള്ളി അപ്പം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ലെങ്കിലും വീട്ടിൽ വന്ന് പിന്നെ ഒന്നുകൂടെ കണ്ടപ്പോൾ സംഭവം മനസ്സിലായി. പ്രായമൊക്കെ ഉള്ളവരുടെ ഒരു പ്രിയപ്പെട്ട ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ മക്ക കഫേ. അവർക്ക് ഒത്തിരി ചരിത്രങ്ങളും ഒത്തിരി കഥകളും ഇതിൻ്റെ പിന്നിൽ പറയാൻ കാണും. ബാംഗ്ലൂരിലെ ഒരു ഐക്കോണിക് ഫുഡ് സ്പോട്ടാണ് മക്ക കഫേ. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ കവാനാൻ, ദിൽസൂക്ക്, സമൂസ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ കേട്ടോ. ഇതിൽ ആദ്യം പറഞ്ഞ 2 സാധനം ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നത് തന്നെ. നിങ്ങൾ ഈ ഒരു സാധനം കണ്ടില്ലേ? ഇതിൻ്റെ പേര് ഹരീര എന്നാണ്. ചായ കുടിക്കാത്തവർക്കൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു പാനീയമാണ്. അപ്പം ഗൈസ്, ഇതാണ് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള കവാനാൻ. അപ്പം ജിതിനകത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. എങ്ങനെയുണ്ട്? മസ്റ്റ് ട്രൈ ആണോ? ഞാനത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അടിപൊളി. ഗൈസ്, നിങ്ങളിവിടുത്തെ തിരക്കുണ്ടോ? ഒരു രക്ഷയില്ല കേട്ടോ. ഫുള്ളി വൈബ്. എല്ലാവരും ചില്ല് ചെയ്യാൻ വേണ്ടി കയറുന്ന ഒരു ടൈം കൂടാണ്. അപ്പം ജിതിനൊരു സാധനം കൂടെ എടുത്തിട്ടുണ്ട്. ജിതിനെ എന്താ എടുത്തേ? കേക്ക്. എങ്ങനെയുണ്ട്? അടിപൊളി സാധനം കേട്ടോ. ആണല്ലേ? എന്താ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്താ? മധുരമാ? നമ്മുടെ വിട്ടേക്ക് നാട്ടിൽ കിട്ടുന്ന വിട്ടേക്ക്. തേങ്ങ ഉണ്ടോ? ഉണ്ടോ? ഓക്കെ, ഒരു കേക്ക് കൂടെ എടുത്തിട്ടുണ്ട്. ഗൈസ്, വരുവാണ് ഒരു ഈവനിങ് ടൈം വരണം കേട്ടോ. എല്ലാവരും ചില്ലടിക്കാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ വരുന്ന ടൈമാണ്. ഈ ടൈമിൽ വന്ന് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. പൊളി. അപ്പോൾ ഇതാണ് ജോൺസൺ മാർക്കറ്റ് കേട്ടോ.
ഇവിടുന്ന് അങ്ങോട്ട് കയറുമ്പം ജോൺസൺ മാർക്കറ്റ് തുടങ്ങുവാണ്. അപ്പം നമുക്കിതേ ഇതിൻ്റെ അകത്തൂടെ പോകാം. ഇത് അകത്തൂടെ പോകുമ്പോഴൊരു വൈബ് ഞാൻ കാണിച്ചു തരാം. ഒരു പഴയ ഓൾഡ് വൈബാണ് കേട്ടോ. ഒരു 90s നമ്മൾ ഇത്രയും ബിൽഡിങ്ങുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെ ബിൽഡിങ്ങുകൾ കുറവാണ്. ഇവിടെ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ വന്നതിൽ ഈ ചായയും കടിയും ആ ഒരു വൈബിനെല്ലാം കാട്ടിലുപരി ഈ ഒരു 90s വൈബ്, ഈ ബിൽഡിങ് കാര്യങ്ങൾ ഒക്കെ ആയിട്ടൊരു വൈബ്, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എല്ലാവരുടെയും ഒരു ഇതാണ്, ഒരു ഗെറ്റ് ടുഗദർ പോലെ എല്ലാവരും കൂടുന്ന ഒരു ഏരിയയും കൂടാണ്. അപ്പോൾ അങ്ങനെ നമ്മളിത് ചായ കുടിച്ച് അപ്പം ജിതിനോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം. ജിതിനെ, എങ്ങനെയുണ്ട് നമ്മുടെ മക്ക കഫേയിലെ ഒരു എക്സ്പീരിയൻസ്? മക്ക കഫേ എപ്പോഴും വരണമെന്ന് ആഗ്രഹിക്കുന്ന സ്പോട്ടാണ് മക്ക കഫേ. ഇപ്പം 8 വർഷമായിട്ട് ഞാൻ ഇപ്പോഴാണ് മക്ക കഫേയിലേക്ക് വരുന്നത്. 8 വർഷമായിട്ട് ബാംഗ്ലൂർ ഇപ്പോഴാണ് ഞാൻ ഓർക്കും മകൻ ഇവിടെ വരണമെന്നുള്ളത്. പക്ഷേ ചില സമയം നമുക്ക് അങ്ങ് വിട്ടുപോകും. ചായ കുടിക്കാൻ വൈബുള്ളവർക്ക് വേണ്ടി മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന സ്പോട്ടാണ്. കാരണം ആ ഒരു വൈബും കൂട്ടുകാർക്ക് കൂടിയുള്ളൊരു ഈവനിങ് കൂടി ചായ കുടിക്കാൻ പറ്റുന്ന സ്പോട്ടാണ്. അതുപോലെ ദുൽഖറിൻ്റെ 100 Days of Love എന്ന സിനിമയിലെ കുറച്ച് സീനുകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ബാംഗ്ലൂരൊക്കെ ഉള്ളവർ, അല്ലെങ്കിൽ ബാംഗ്ലൂർ വരുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ മക്ക കഫേ. മക്ക കഫേയിലെ ടീം, അതുപോലെ മക്ക കഫേയിലെ വെറൈറ്റി സ്നാക്സ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ബാംഗ്ലൂർ സീസണിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. ബാംഗ്ലൂരിൽ മെയിൻ ഒരു സാധനമുണ്ട്, ഇരിക്കുന്ന ചട്ടി. നമ്മുടെ മുഖത്ത് വെച്ച് ഉള്ള ഷേപ്പ് കൂടെ പറയുമ്പോൾ ഉള്ള സൗന്ദര്യം ഇവിടെ പോയിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല, ഇവിടുത്തെ പോലീസുകാർക്ക് ഇത് ഓക്കെയാണ്, ഇവർക്കിത് ഓക്കെയാണ്. അപ്പോൾ ഇവിടെ ബാംഗ്ലൂരൊക്കെ ഉള്ളവരുടെ മെയിൻ സമയം വേസ്റ്റ് ആകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലോക്കിലാണ്.